ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണെന്ന് നമുക്കറിയാമല്ലോ. കോണുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യമാകണമെന്നുണ്ടോ? ഇല്ല എന്നും അറിയാം. എങ്കിൽ ഒരു ചോദ്യമുണ്ട്. ഒരേ കോണുകളുള്ള രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരേ കോണുകളുള്ള വ്യത്യസ്ത വലുപ്പത്തിലുള്ള രണ്ട് ത്രികോണങ്ങൾ ഒന്ന് പരിശോധിക്കാം. ചിത്രത്തിൽ നോക്കൂ. നീല കളറിലുള്ള ഒരു ത്രികോണവും പച്ച നിറത്തിലുള്ള ഒരു ത്രികോണവും കാണാം. അതിലെ ചെറിയ ത്രികോണം, അതിൻ്റെ മുകളിലെ മൂലയിൽ വരുന്ന കോൺ 80 ഡിഗ്രിയാണല്ലോ. വലിയ ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയിലെ കോൺ 80 ഡിഗ്രിയാണല്ലോ. അതുപോലെ രണ്ട് ത്രികോണങ്ങളുടെയും താഴെ ഉള്ള വശങ്ങളുടെ ഇടത്തെ കോണുകൾ 40 ഡിഗ്രി വീതവും വലത്തെ മൂലയിലുള്ള കോണുകൾ 60 ഡിഗ്രി വീതവുമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ചെറിയ ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയിലുള്ള 80 ഡിഗ്രി കോൺ വലിയ ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയിലുള്ള 80 ഡിഗ്രി കോണിന് മുകളിൽ ചേർന്ന് വരത്തക്ക വിധം ഒന്ന് വച്ചു നോക്കാം. അപ്പോൾ ചെറിയ ത്രികോണം വലിയ ത്രികോണത്തിൻ്റെ മുകളിലെ മൂലയിൽ ചേർന്നിരിക്കുന്നതായി കാണാം. ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ചിത്രം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ചെറിയ ത്രികോണത്തിൻ്റെ താഴെയുള്ള വശം, അതുപോലെ തന്നെ വലിയ ത്രികോണത്തിൻ്റെ താഴെയുള്ള വശത്തിൻ്റെയും ഇടതുഭാഗത്തു വരുന്ന കോണുകൾ തുല്യമല്ലേ? അതുപോലെ തന്നെ ചെറിയ ത്രികോണത്തിൻ്റെ താഴെയുള്ള വശത്തിൻ്റെയും വലിയ ത്രികോണത്തിൻ്റെ താഴെയുള്ള വശത്തിൻ്റെയും വലതുഭാഗത്തു വരുന്ന കോണുകളും തുല്യമാണല്ലോ. എങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെയും താഴെയുള്ള വശങ്ങൾ സമാന്തരമാണോ? സമാന്തരമാണ്, നമുക്കറിയാം. എങ്കിൽ ചെറിയ ത്രികോണത്തിൻ്റെ താഴെയുള്ള വശം വലിയ ത്രികോണത്തിൻ്റെ ഇടത്തെയും വലത്തെയും വശങ്ങളെ ഒരേ ഭാഗങ്ങളായാണ് മുറിക്കുന്നത്. നമ്മൾ സമാന്തരവരകൾ എന്ന പാഠത്തിൽ കണ്ടിരിക്കുന്ന കാര്യമാണിത്. നമുക്ക് രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ നീളങ്ങളെ അക്ഷരങ്ങൾ കൊണ്ടൊന്ന് സൂചിപ്പിക്കാം. 80 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിനെ എ എന്നും 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിനെ ബി എന്നും 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിനെ സി എന്നും വലിയ ത്രികോണത്തിൽ സൂചിപ്പിക്കാം. ചെറിയ ത്രികോണത്തിൽ 80 ഡിഗ്രിക്ക് എതിരെയുള്ള വശം പി എന്നും 40 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ആർ എന്നും 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശം ക്യൂ എന്നും സൂചിപ്പിക്കാം. ചെറിയ ത്രികോണത്തിൻ്റെ താഴെയുള്ള വശം വലിയ ത്രികോണത്തിൻ്റെ ഇടത്തെയും വലത്തെയും വശങ്ങളെ ഒരേ ഭാഗങ്ങളായാണ് മുറിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം. ക്യൂ ബൈ ബി സമം ആർ ബൈ സി. ഇനി നമുക്ക് ത്രികോണങ്ങളുടെ മേൽമൂലകൾ ചേർത്ത് വയ്ക്കുന്നതിന് പകരം ഇടതുമൂലകൾ ചേർത്ത് വച്ചും മറ്റൊരു ചിത്രമുണ്ടാക്കാം. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെയും വലതുഭാഗത്തെ വശങ്ങൾ സമാന്തരങ്ങളാണെന്ന് കാണാം. അതുകൊണ്ട് തന്നെ ചെറിയ ത്രികോണത്തിൻ്റെ വലതുഭാഗത്തുള്ള വശം വലിയ ത്രികോണത്തിൻ്റെ ഇടത്തെ വശത്തെയും താഴെയുള്ള വശത്തെയും
ഒരേ ഭാഗങ്ങളായാണ് മുറിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും പറയാൻ പറ്റുന്നൊരു വസ്തുതയുണ്ട്. Q/B സമം P/A. ഇതുപോലെ രണ്ട് ത്രികോണങ്ങളുടെയും വലതുഭാഗത്തുള്ള കോണുകൾ ചേർന്ന് വരത്തക്ക മട്ടിലും നമുക്ക് വച്ചു നോക്കാം. അവിടെ നിന്നും നമുക്ക് മറ്റൊരു വസ്തുത കൂടി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വസ്തുത R/C സമം P/A എന്നുള്ളതാണ്. ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് P/A സമം Q/B സമം R/C എന്ന് കിട്ടും. എന്താണ് ഈ കിട്ടിയതിൻ്റെ അർത്ഥം? ഇതിൽ അക്ഷരങ്ങളായി വരുന്നത് രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളാണല്ലോ. 80 ഡിഗ്രി കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളങ്ങൾ എയും പിയും, 60 ഡിഗ്രി കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ബിയും ക്യൂവും, 40 ഡിഗ്രി കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ സിയും ആറും. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരേ കോണുകളുള്ള രണ്ട് ത്രികോണങ്ങളുടെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ജോഡികളായി എടുത്താൽ ചെറിയ നീളങ്ങളെല്ലാം വലിയ നീളങ്ങളുടെ ഒരേ ഭാഗമാണ്. അഥവാ വലിയ നീളങ്ങളെല്ലാം ചെറിയ നീളങ്ങളുടെ ഒരേ മടങ്ങാണ്. ഇത് മറ്റൊരു തരത്തിലും നമുക്ക് ചുരുക്കി പറയാം. ഒരേ കോണുകളുള്ള ത്രികോണങ്ങളുടെ വശങ്ങൾ വലുപ്പക്രമത്തിൽ ഒരേ അംശബന്ധത്തിലാണ്. ഇനി മറ്റൊരു രീതിയിലും ഇതിനെ സൂചിപ്പിക്കാം. രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ മാറ്റത്തിൻ്റെ തോത് ഒന്ന് തന്നെയാണെന്നർത്ഥം. ആ തോത് K എന്നെടുക്കുകയാണെങ്കിൽ A സമം K ഇൻറ്റു P, B സമം K ഇൻറ്റു Q, C സമം K ഇൻറ്റു R. അഥവാ ഒരേ കോണുകളുള്ള ത്രികോണങ്ങളിൽ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളുടെ നീളം മാറുന്നത് ഒരേ തോതിലാണ്.